ഹായ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ 4th വീക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു താളിയാണ്. അപ്പോൾ ഈ ഒരു ഇലയും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കറിയാം. നമ്മുടെ നാട്ടിൽ ആ ഒരു ഇലയ്ക്ക് പാടത്താളി എന്നാട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെമ്പരത്തിയുടെ പൂവും ചെമ്പരത്തിയിൽ നിന്ന് എന്തൊക്കെ കിട്ടാമോ അതൊക്കെ നമ്മൾ വേരും തണ്ടും ഒഴിച്ച് ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയുടെ മുട്ടും കറിവേപ്പിലയും ചെമ്പരത്തിയുടെ പൂവിൻ്റെ ആ ഇലയും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ മിക്സിയിൽ അരിച്ചെടുക്കണേ, എന്തെങ്കിലും അതിൻ്റെ മട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഹെയറിൽ അങ്ങനെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഹെയറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു വീക്കിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഷാമ്പൂ ഒക്കെ ഹെയറിൽ ഇടുന്നതിനേക്കാളും നല്ലതായിരിക്കും ഇതുപോലെ താളിയാക്കി ഹെയറിൽ അപ്ലൈ ചെയ്യുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ടൈം ഒരുപാട് ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൈം ഉള്ളവരൊക്കെ വല്ലപ്പോഴും ഇതുപോലെ ഒന്ന് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആവട്ടെ. തന്നെയല്ല നമ്മൾ ഹെയർ ഇങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതായിട്ട്. പിന്നെ ഹെയറിന് ഒരു എന്താ പറയുക, നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പില്ലാണ്ട് ചെമ്പ് കളറൊക്കെ പോലെയൊക്കെ ആണെങ്കിൽ തലമുടി നല്ല കറുപ്പാവാനായിട്ടൊക്കെ ഈ ചെമ്പരത്തി താളി ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു താളിക്ക് നല്ല രീതിയിൽ തണുപ്പുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ ആ പാടത്താളി എന്ന് പറയുന്നതിന് തന്നെ നല്ല തണുപ്പാണ് തലമുടിക്കുള്ളത്. അപ്പം അത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടൈം വെക്കാണ്ടിരിക്കുന്ന ഔട്ട് നല്ലത്. അതാണ് ഇതേപോലെ നമ്മൾ ഹെയറിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു അരമണിക്കൂറോളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ഹെയർ പാക്ക് ഞാൻ വെക്കുന്നില്ലേ, സാധാരണ വെക്കാറുള്ളത് പോലെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെറിയൊരു ഗോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ചിലപ്പം പനിയൊക്കെ ആയാലോ എന്ന് ഓർത്തിട്ടാട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.